എന്നാണ്. എടാ വേടൻ ഫേമസ് ആവുന്നതിന് മുൻപ് തന്നെ വേടൻ പറഞ്ഞതാണ്, ഞാൻ അംബേദ്കറിന്റെയും അയ്യങ്കാളിയുടെയും രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്, ഞാൻ അവരുടെ പാതയിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്, എന്റെ ജാതീയത പറഞ്ഞുകൊണ്ട് കാശുണ്ടാക്കേണ്ട കാര്യം എനിക്കില്ല, ഞാൻ ജാതീയത പറയുന്നതല്ല, ജാതീയപരമായിട്ട് ഞങ്ങളുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ആളുകളുടെ വിഷമങ്ങളും ആ അടിമത്തത്തിനെതിരെയുമാണ് ഞാൻ സംസാരിക്കുന്നത്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ എന്നുള്ള രീതി വേടൻ പറയുന്നുണ്ട്. പിന്നെ കാശുണ്ടാക്കാനാണെങ്കിൽ ഞാൻ കൊമേഴ്ഷ്യൽ സോങ്സ് ചെയ്യും, ആ സോങ്സ് എനിക്ക് കാശിന് വേണ്ടി മാത്രമാണ്, പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമല്ല, അത് കാശിന് വേണ്ടിയാണ്. പക്ഷേ എൻ്റെ സമൂഹത്തിൽ അടിമത്തം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിട്ട് ഞാൻ ഇനിയും നിലകൊള്ളും, ഇനി അങ്ങനെ തന്നെയാണ് ഞാൻ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് വേടൻ പറഞ്ഞത്. അത് വർഷങ്ങൾക്ക് മുൻപേ വേടൻ പറഞ്ഞതാണ്. അത്രയും ദീർഘവീക്ഷണമുള്ളൊരു വ്യക്തിയാണ് വേടൻ. ആ വേടനെ മനസ്സിലാക്കാനായിട്ട് ആ ഇൻ്റർവ്യൂ ഒന്നും ഇവന്മാർ കണ്ടിട്ടില്ല. ഈ അഖിൽമാരാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ വേടൻ്റെ റാപ്പ് ഞാൻ കേട്ട് തുടങ്ങുന്നത് ഈ പറയുന്ന ഒരു പ്രശ്നം, ഞാൻ റാപ്പ് കേൾക്കുന്ന ഒരാളല്ലെന്നാണ് അഖിൽമാരാർ പറയുന്നത്. അതിന് അഖിലേ, ഈ വേടൻ റാപ്പാണ് എഴുതുന്നത് അല്ലെ റാപ്പാണ് പാടുന്നത് നിന്നോടാരാ പറഞ്ഞത്? റാപ്പ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ.